എ. സജീവിന്റെ ആത്മഹത്യാ കേസ് 2 തവണ പരിഗണിച്ച് മാറ്റിയ ശേഷമാണ് കോടതി പെൺകുട്ടികൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡി ഉത്തരവിട്ടത്. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രായവും മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതും പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു പ്രതിഭാഗം നിലപാട്. കേസ് പരിഗണിച്ച ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജഡ്ജി കാർത്തിക പ്രസാദ് അസാധാരണ ഇടപെടലാണ് നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ നേരിട്ട് കേട്ടു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വേണമെന്നുമുള്ള ആവശ്യമാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിബുകുമാർ കോടതിക്ക് മുൻപാകെ വെച്ചത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കേണ്ടതുണ്ടെന്നും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇന്ന് അസൗകര്യങ്ങളുണ്ടെന്നും CI കോടതിയെ അറിയിച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷനും എതിർത്തു. പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. കേസന്വേഷണം ഒരാഴ്ച പിന്നിടുമ്പോൾ പരിപൂർണ തൃപ്തിയാണ് കുടുംബം രേഖപ്പെടുത്തുന്നത്. ഈ കുട്ടികൾ എന്താണോ പറയാൻ പോകുന്നത് അതിനകത്ത് സത്യമുണ്ട്. അതുപോലെ തന്നെ 6 കുട്ടികളിൽ അവരെയും കൂടി ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സത്യം വെച്ചിട്ട് ഉറപ്പായിട്ട് അമ്മ എന്താണ് ഇന്ന് ഒരാഴ്ച തികയുക, ഉറപ്പായിട്ട് ഇതാവും, ഉറപ്പായിട്ടും തെളിയും. പ്രതികൾ അലീന ദിലീപ്, AT അഷിത, അഞ്ജന മധു എന്നിവരുമായി വൈകുന്നേരം കോടതിക്ക് പുറത്തേക്ക് പോയ പോലീസ് വാഹനത്തിന് മുന്നിൽ ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി. സമരം മുൻകൂട്ടി അറിഞ്ഞതിനാൽ പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസ് അണിനിരന്ന് പ്രതിഷേധത്തെ ചെറുത്തു. തിങ്കളാഴ്ച ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിനാണ് ABVP ആഹ്വാനം.